പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. അമേരിക്കയുടെ താരിഫ് നയത്തിനെതിരെ പ്രതികാര നടപടി ശക്തമാക്കി ചൈന. US കാർഷിക ഇറക്കുമതികൾക്ക് 15% വരെ അധിക തീരുവ ചുമത്തിയിരിക്കുകയാണ് രാജ്യം. അമേരിക്കയ്ക്കെതിരെ പ്രതികാര തീരുവ നടപ്പിലാക്കിയിരിക്കുകയാണ് ചൈന. ചിക്കൻ, പന്നിയിറച്ചി, സോയ, ബീഫ് എന്നിവയുൾപ്പെടെ പ്രധാന US കാർഷികോൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 15% വരെ അധിക തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യം. ഈ മാസം 10 മുതൽ ഇവ പ്രാബല്യത്തിൽ വരും. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 20% തീരുവ ഉയർത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നാണിത്. അമേരിക്കയുടെ ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. US-ന്റെ കോഴി, ഗോതമ്പ്, ചോളം, പരുത്തി എന്നിവയുടെ ഇറക്കുമതിക്ക് 15% അധിക താരിഫ് നേരിടേണ്ടി വരും. മില്ലറ്റ്, സോയാബീൻ, പന്നിയിറച്ചി, ബീഫ്, സമുദ്രവിഭവങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ താരിഫ് 10% വർദ്ധിപ്പിക്കും. കൂടാതെ 10 US കമ്പനികളെ കൂടി വിശ്വാസമില്ലാത്ത സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചൈനയുമായി ബന്ധപ്പെട്ട ഇറക്കുമതി, കയറ്റുമതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്നും രാജ്യത്ത് പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിൽ നിന്നും ഈ കമ്പനികളെ തടയും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ട്രംപിന്റെ താരിഫുകളിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രമുഖ നിക്ഷേപകൻ വാറൻ ബഫറ്റ് അമേരിക്കയുടെ താരിഫ് നയത്തെ യുദ്ധപ്രവൃത്തിയെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആക്രമണാത്മക താരിഫ് നയങ്ങളെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ നിക്ഷേപകൻ വാറൻ ബഫറ്റ്. ട്രംപിന്റെ നടപടികൾ പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്നും ഉപഭോക്താക്കളെ കൂടുതൽ ഭാരപ്പെടുത്തുമെന്നും മുതിർന്ന നിക്ഷേപകനായ വാറൻ ബഫറ്റ് മുന്നറിയിപ്പ് നൽകി. താരിഫുകൾ ഒരു പരിധിവരെ യുദ്ധപ്രവൃത്തിയാണെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്. ചൈന, കാനഡ, മെക്സിക്കോ എന്നിവയ്ക്കെതിരായ ട്രംപിന്റെ താരിഫ് നടപടികൾ പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിലാണ് ഈ പരാമർശം. ഇത് ആഗോള നിക്ഷേപകരെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇൻഷുറൻസ്, റെയിൽ, റോഡുകൾ, നിർമ്മാണം, ഊർജം, റീറ്റെയിൽ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ബഫറ്റ് താരിഫുകൾ സാധനങ്ങളുടെ നികുതിയായി പ്രവർത്തിക്കുമെന്നും അത് ആത്യന്തികമായി ഉപഭോക്താക്കളെ ബാധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ട്രംപ് പ്രഖ്യാപനത്തിന് പിന്നാലെ ബിറ്റ്കോയിനിൽ നിന്ന് ലാഭമെടുക്കാൻ കാത്ത ഇന്ത്യൻ നിക്ഷേപകർ തിങ്കളാഴ്ച മാത്രം ക്രിപ്റ്റോ വ്യാപാരത്തിൽ 30% വർധന രേഖപ്പെടുത്തി. ഇന്ത്യൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ തിങ്കളാഴ്ച വൈകുന്നേരം വരെ 24 മണിക്കൂറിനുള്ളിൽ വ്യാപാരത്തിൽ 20 മുതൽ 30% വർധന രേഖപ്പെടുത്തി. US-നായി ക്രിപ്റ്റോ കറൻസികളുടെ കരുതൽ ശേഖരം ഒരുക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ബിറ്റ്കോയിൻ അടക്കമുള്ള ക്രിപ്റ്റോകളുടെ മൂല്യം കുതിച്ചുകയറിയത്. തിങ്കളാഴ്ച പ്രതിദിന സജീവ ഉപഭോക്താക്കൾ 20% വർദ്ധിച്ചതായും പ്രതിദിന ട്രേഡിംഗ് വോളിയം 32% വർദ്ധിച്ചതായും ക്രിപ്റ്റോ എക്സ്ചേഞ്ച് കമ്പനിയായ കോയിൻ സ്വിച്ച് പറഞ്ഞു. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നിന്നുള്ള ഡാറ്റയനുസരിച്ച് കോയിൻ DCXൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്ന നാണയങ്ങളായി സൊലാന, XRP എന്നിവ മാറി. ഇവ ബിറ്റ്കോയിനെ മറികടന്ന പ്ലാറ്റ്ഫോമിന്റെ മൊത്തം കരുതൽ ശേഖരത്തിന്റെ 46.7% കൈവശം വെച്ചതായി ഡാറ്റകൾ കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ US കമ്പനികൾ പിരിച്ചുവിടൽ ആരംഭിച്ചു. ഫെബ്രുവരി ആദ്യം പുറത്തിറക്കിയ സർവേ പ്രകാരമാണ് റിപ്പോർട്ട്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് US കമ്പനികൾ വിവിധ മേഖലകളിൽ പിരിച്ചുവിടൽ ആരംഭിച്ചത്. ഫെബ്രുവരി ആദ്യം പുറത്തിറക്കിയ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ജോബ് ഓപ്പണിംഗ് ആൻഡ് ലേബർ ടേൺ ഓവർ സർവേ പ്രകാരം തൊഴിൽ ഒഴിവുകളിൽ കുറവ് രേഖപ്പെടുത്തി. 2019 ശരാശരിയേക്കാൾ മുകളിൽ തുടർന്നുവെങ്കിലും മുൻവർഷത്തെ അപേക്ഷിച്ച് ഡിസംബർ അവസാനത്തോടെ തൊഴിൽ ഒഴിവുകൾ 1.3 ദശലക്ഷം കുറഞ്ഞു. ഇത് വിപണിയിലെ മാന്ദ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 6000-ലധികം തൊഴിൽ പിരിച്ചുവിടലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട US-ലെ ടെക് പിരിച്ചുവിടലുകൾ ഈ ആഴ്ച വീണ്ടും ഉയർന്നു. ആരോഗ്യ മേഖലയും പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. സ്റ്റാർബക്സ്, ആമസോൺ, വാൾമാർട്ട്, മെറ്റ എന്നീ പ്രമുഖ കമ്പനികളെല്ലാം തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിൽ മുന്നിൽ നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കാനഡയിൽ ഇഷ്യൂ ചെയ്ത സ്റ്റഡി പെർമിറ്റുകളിൽ 40% കുറവ് രേഖപ്പെടുത്തി. കാനഡയുടെ കർശനമായ വിസ നിയമങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബാധിച്ചു. കാനഡയുടെ കർശനമായ വിസ നിയമങ്ങളെ തുടർന്ന് 7000 പെർമിറ്റ് അസാധുവാക്കലാണ് പ്രതീക്ഷിക്കുന്നത്. അനധികൃത കുടിയേറ്റം തടയുന്നതിനായി കാനഡ ഇമിഗ്രേഷൻ വിസ നയങ്ങൾ കർശനമാക്കുകയായിരുന്നു. ഇത് ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബാധിക്കും. പുതുക്കിയ ഇമിഗ്രേഷൻ അഭയാർത്ഥി സംരക്ഷണ ചട്ടങ്ങൾ ജനുവരി 31 മുതൽ പ്രാബല്യത്തിൽ വന്നതോടെ പെട്ടെന്നുള്ള പെർമിറ്റ് റദ്ദാക്കലും വിസ സൂക്ഷ്മ പരിശോധനയും വർദ്ധിച്ചു. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ ഈ വർഷം 7000 പെർമിറ്റ് അസാധുവാക്കലുകൾ പ്രതീക്ഷിക്കുന്നു. പെർമിറ്റുകൾ അസാധുവാക്കപ്പെട്ട വിദ്യാർത്ഥികൾ രാജ്യം വിടാൻ നിർബന്ധിതരാകുമെന്ന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷനുകളും താൽക്കാലിക റെസിഡന്റ് വിസകളും പോലുള്ള താൽക്കാലിക റെസിഡന്റ് രേഖകൾ റദ്ദാക്കാൻ അതിർത്തി ഉദ്യോഗസ്ഥർക്ക് കാനഡ അധികാരം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.